എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് താരനും മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് ഉണ്ടാകുമല്ലോ. താരനും മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അത് ഒറ്റ ഒരു യൂസിൽ തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ്. നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന വേറെ രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രം മതി ഇതുപോലെ. അപ്പം നമ്മുടെ ബീട്രൂട്ട് എടുക്കാം. ബീട്രൂട്ട് ആണെങ്കിൽ ഒന്ന് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് തന്നെ എടുക്കാം. ഞാനിപ്പോൾ 2 വിസിലടിച്ചിട്ട് എടുത്ത് അതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ പീസാക്കിയിട്ട് വെച്ചിരിക്കണം. അത് പിന്നെ കുക്കറിലിട്ട് വിസിലടിച്ചിട്ട് അത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലി കളയില്ലേ, അതുപോലെ നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ പീസാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആവും കേട്ടോ. പിന്നെ 2 or 3 വിസിൽ വേണമെങ്കിൽ അടിക്കാം. എന്നിട്ട് അത് ഒരു മിക്സിയുടെ ജാറെടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. നല്ല പേസ്റ്റ് രൂപത്തിലാവണം, നല്ലപോലെ അരയണം. അപ്പം അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും ഒറ്റ യൂസിൽ ഇത് ഒരു 1 ടൈം യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണിത്. അപ്പം ഞാനിത് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഹെയറിൽ വെച്ചിരിക്കണം. ആദ്യം ഹെയർ ഓയിലിങ് വേണമെങ്കിൽ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഓയിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത് ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഓണിയൻ ജ്യൂസ്. അത് ഒരു സവാള എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് 1 or 2 വിറ്റാമിൻ ക്യാപ്സൂൾ ഉണ്ടല്ലോ, വിറ്റാമിൻ ഇ ക്യാപ്സൂൾ, അപ്പം അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഈ ടൈമിൽ വേണം വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്.